ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ കുറേ പേരെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനിലുള്ള ഒരു എനർജി ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു ട്രോമ ബോണ്ടിങ് പോലെയുള്ള ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടും കാണുന്നുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിലാണെങ്കിലും നിങ്ങൾ അത്തരം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ് കുറച്ച് പേരെങ്കിലും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ നേരിട്ട് നിങ്ങളുമായിട്ടൊരു ഫൈറ്റിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടൊന്നും തന്നെ ഇല്ല. പക്ഷെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പലപ്പോഴും ചിരിച്ചുകൊണ്ട് നിങ്ങളോട് സ്നേഹത്തോട് ബിഹേവ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ഫേസ് അതല്ല എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അത്തരം നിങ്ങൾ കുറേ പേരെങ്കിലും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇങ്ങനെയല്ല, അല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നതും ഒക്കെ തന്നെയും കുറച്ചെങ്കിലും ഒരു ഫേക്കായിട്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ അവരെ കൂടെ കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ട്രോമ ബോണ്ടിങ്ങിലൂടെയാണ് കുറച്ച് പേരെങ്കിലും പോകുന്നത്. കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് എന്നുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഒരു ഫിനാൻഷ്യലി ഉള്ള ഹെൽപ്പൊക്കെ തന്നെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കംപ്ലീറ്റ്ലി വിട്ട് പോവില്ല. പക്ഷെ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം ഈ ഒരു പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യുന്നതെന്നും ഒക്കെ തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ കുറേ പേര് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവാം. ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടാവും ഒരു കമ്മ്യൂണിക്കേഷനിലൊക്കെ വന്നിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ കുറച്ച് പേര് ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ, അല്ലെങ്കിൽ ഇപ്പോഴും ചീറ്റ് ചെയ്യപ്പെടുകയാണെന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മാർത്ഥതയൊന്നും നിങ്ങൾക്ക് ആദ്യമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പലതും അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇവരില്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഇവരെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. അതായത് ഒരു ട്രോമ ബോണ്ടിങ് പോലെയുള്ള ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇനി മൂവ് ഓൺ ആവണോ, പക്ഷേ നിങ്ങൾ അത് ആവാൻ സാധിക്കുമോ എന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫൈവ് വാട്സിൻ്റെ എനർജി കാണിച്ചിട്ട് നിങ്ങൾ കുറച്ച് പേര് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺഫ്യൂഷനാണ്, എന്ത് വേണം എന്നുള്ള ഒരു എനർജി. ഈ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി തിരികെ വരാനുള്ള സാധ്യതകളൊക്കെ തന്നെ കാണുന്നുണ്ട്. ആ ഒരു പേഴ്സണും നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തിൻ്റെ പേരിലാണോ ഇപ്പോൾ ഡിസ്റ്റൻസ് ഇട്ടിട്ടുള്ളത്, അതിപ്പോൾ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അവർ നിങ്ങളിലേക്ക് വരും. കാരണം നിങ്ങളുടെ അരികിൽ നിന്ന് അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയും എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സമയത്തും നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് 100% അത് ഓക്കെ നിങ്ങൾ പറയും എന്നുള്ളൊരു കാര്യത്തിൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ പോയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ അരികിൽ തന്നെ വരും എന്നുള്ളത് ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ കുറച്ച് പേരിപ്പോൾ കുറച്ച് മാറി ചിന്തിക്കണോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പിൽ നല്ല ഈ രീതിയിൽ തന്നെ ഒരു ഫ്യൂച്ചർ കാണും. ഇവർ പക്ഷേ ഇവരുടെ ഒരു നേച്ചർ വെച്ച് നോക്കിയിട്ട് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇങ്ങനത്തെ ഒരു രീതിയിൽ, അതായത് ഒരു ബെനിഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് കൂടെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് തോന്നിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഫിനാൻഷ്യലി ഉള്ള സഹായങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന സമയത്ത് കുറേ കൂടി നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ കുറേ കൂടി ടൈം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനും ഒക്കെ ഒരു കുറേ നാൾ കാണും. പിന്നെയും ഒന്നൊരു ഡിസ്റ്റൻസ് പോലെ ഫീൽ ചെയ്യും, ഒരു അകൽച്ച ഫീൽ ചെയ്യും. ഇൻ കേസ് നിങ്ങൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഫിനാൻഷ്യലി ഉള്ളൊരു സഹായം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു പൂർവാധിക ശക്തിയോടെ തിരികെ വരും. പിന്നെയും കുറേ നാൾ സ്റ്റേ ചെയ്യും. അങ്ങനെ അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയുക കൂടി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അരികിൽ നിന്നും ഒരു ബെനിഫിറ്റ് കിട്ടുന്ന സമയത്തോ ഉള്ളൂ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത് എന്നുള്ളൊരു
കാര്യം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവരിൽ നിന്നൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഇവർ നിങ്ങളോട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങൾക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരെ ചേർത്ത് പിടിക്കാനായിട്ട് നിൽക്കുന്ന ഒരു എനർജി. സോ അത്തരം ഒരു റിലേഷൻഷിപ്പായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡാണ്. ഈ ഒരു സമയത്ത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ടയർഡപ്പായിട്ടുള്ളൊരു അവസ്ഥയിലായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗിൽറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവർക്കൊരു ഗിൽറ്റ് ഫീൽ ഒക്കെ തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾ ഭയങ്കര ജെനുവനായിട്ടും അവരെ സ്നേഹിച്ചിട്ടും അവർ പലപ്പോഴും അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ കണ്ടിട്ടുള്ളത്. ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ കൂടുതൽ ഒരു ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കിത് കണക്റ്റ് ആവില്ലോ എന്ന് അറിയില്ല. പക്ഷെ ഇവിടെ റീഡിങ്ങിൽ എനിക്ക് കിട്ടുന്ന ഒരു എനർജി അങ്ങനെയാണ്. ഈ ഒരു സമയത്ത് അവർക്കൊരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടും നിങ്ങൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് തന്നെയാണ് അവരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ജെന്യുവനായിട്ടാണ് നിന്നിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ അതിന് നേരെ അത്രയും ജെന്യുവനായിട്ട് തന്നെ ഒരു വർത്തി ആയിട്ടുള്ളൊരു ലവ് അല്ല തിരിച്ച് തന്നിട്ടുള്ളത്. മേ ബി അതുകൊണ്ടാണ് അവർ ഈ ഒരു സമയത്ത് ഇത്രത്തോളം ഇങ്ങനെ വിഷമിക്കാറുള്ള ഒരു റീസൺ നിങ്ങളോട് ചെയ്തു പോയതിൻ്റെ ഒരു ഫലമാണോ എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. സോ അത്തരം ഒരു എനർജിയാണ് കിട്ടുന്നത്. ഫ്യൂച്ചർ എനർജി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ തിരികെ വരാനായിട്ട് അവർ എന്താണെങ്കിലും തിരികെ വരികയൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങളുടെ കയ്യിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകും. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്തോ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു ജെന്യുവൻ ആയിട്ടുള്ളൊരു, അതായത് നിങ്ങൾ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. റീഡിങ്ങിൽ കിട്ടുന്ന കാർഡ്സിൻ്റെ ഒരു എനർജിയാണ് എനിക്ക് ഷെയർ ചെയ്ത് തരാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റീഡിങ്ങിൽ ഇങ്ങനെ പറയാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കണക്റ്റ് ആവില്ലെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് സെയിം ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ഇനി ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഷോർട്ട് ഹെയർ എന്നുള്ളൊരു ക്ലൂ ആണ്. ഷോർട്ട് ഹെയർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ. അതുപോലെ തന്നെ മ്യൂസിക് എന്നുള്ളൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. മ്യൂസിക് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം, പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടുന്നവരായിരിക്കാം, അതും അല്ലെങ്കിൽ മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, റെഡ് കളറാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്പർ 19 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി മന്താണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് മൺഡേ എന്നുള്ളൊരു ഡേ ആണ് കിട്ടിയിട്ടുള്ളത്. നമ്പർ 12 കിട്ടിയിട്ടുണ്ട്. നമ്പർ 7 കിട്ടിയിട്ടുണ്ട്. ബ്ലൂ കളറാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ടോക്കറ്റീവ് എന്നുള്ളൊരു ക്ലൂ ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ. ലാസ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് ലെറ്റർ കെ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എങ്കിലും നിങ്ങൾ കാണുന്നവരിൽ എത്ര പേർക്ക് ഇത് കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ പറയാനും മറന്നു പോകരുത്. ക്ലൂസ് ആയിക്കോട്ടെ റീഡിംഗ് ആയിക്കോട്ടെ ഒക്കെ മാച്ച് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ പറയാനും മറക്കരുത്.